ഫിൻലാൻഡിലോട്ടുള്ള ഫ്ലൈറ്റിലാണ്. ഹെൽസിങ്കിയിലോട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു കൗതുകമല്ലേ നോക്കുന്നത്, ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് ഒരു ലൈവ് ചെയ്ത് കളയാം. ഞങ്ങൾക്ക് ഇവിടെ വെജിറ്റേറിയൻ ഫുഡും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലങ്ങളിലും. തോന്നുന്നു ഇന്ത്യയിലെ ഇപ്പോഴത്തെ സമയം ഏകദേശം 2:56, 2:56. ഫിൻലാൻഡിന്റെ സമയത്തേക്കാണ് നമ്മൾ എത്തുമ്പോൾ 2.5 മണിക്കൂർ കുറവാണ്. ഫിൻലാൻഡ് ഏകദേശം 2.5 മണിക്കൂർ കുറവാണ്. ഞങ്ങളുടെ കൂടെ 25ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ നിന്നാണ് കുൻസാപ്സ് കോളേജ് ഒരു സ്വീഡിഷ് സ്കൂളാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ നീഷ്, ശ്രീ ഫൈസൽ ഖാനൊക്കെ ലീഡ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ നീഷ്, നിംസ് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് ലൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് ഒന്ന് ലൈവ് ചെയ്യാമെന്ന കൗതുകത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്കറിയില്ല, ഞാൻ ഇതിന്റെ വോയിസും മറ്റും കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഹെൽസിങ്കി, ഫിൻലാൻഡ് തലസ്ഥാനമായ ഹെൽസിങ്കിയിലേക്കാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ഹാറൂൺ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാര്യം എനിക്ക് തന്നെ ഉറപ്പില്ല, ബാക്കി ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ്റെ വെജിറ്റേറിയൻ മീലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ ശരത്തടക്കമുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കുറച്ച് ട്രെയിനേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്. കുൻസാപ്സ് കോളനിയിൽ നിന്നും നീഷിൽ നിന്നും അടക്കമുള്ള വിദ്യാർത്ഥികളുണ്ട്. ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇൻഫ്ലൈറ്റ് ആയിട്ട് നെറ്റ് കിട്ടിയപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് വെറുതെ ഒന്ന് കൗതുകം കൊണ്ട് ഒന്ന് ചെയ്യാം. ഇത് അപ്ലോഡ് ആവുന്നോ പോലും എനിക്കറിയില്ല, കാര്യം ഇൻഫ്ലൈറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഫിൻലാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഫിൻലാൻഡിന്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആണ്. സോഷ്യൽ ട്രസ്റ്റ്, വിശ്വസ്തത വളരെ സ്ട്രോങ് ആണ്. അവർക്കൊരു ലോസ്റ്റ് വാളറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്. അതായത് നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടാൽ, നമ്മുടെ വാളറ്റ് നഷ്ടപ്പെട്ടാൽ അവിടെ തിരികെ കൊണ്ടുതരും. ഏറ്റവും കൂടുതൽ തിരികെ കിട്ടുന്നത് ഫിൻലാൻഡിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ മനോരമയൊക്കെ അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ച് ബാഗ് കൊണ്ട് കൊടുത്താൽ അത് വലിയ വാർത്തയും മറ്റും ആക്കാറുണ്ട്. ഫിൻലാൻഡ് അതൊന്നും ഒരു സംഭവം പോലും അല്ല. കാര്യം അത് വളരെ നോർമലാണ്. ഞാനപ്പോൾ അവിടുത്തെ 1-2 അക്കാഡമിഷ്യൻസിനോട് ചോദിച്ചു ഈ ലോസ്റ്റ് വാളറ്റ് എക്സ്പെരിമെന്റ്. അവരെന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. അതിലെന്താ എത്ര അത്ഭുതം, നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ അത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഫിൻലാൻഡിലെ ലോസ്റ്റ് വാളറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര പേഴ്സ് പോയാലും അതിൽ എത്ര കാശുണ്ടെങ്കിലും അത് അതേപോലെ തിരിച്ചു കിട്ടും. ഒരുപാട് നന്മകൾ ആ രാജ്യത്തിനുണ്ട്. ഇന്ത്യക്കും അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നലെ എംബസിയിലായിരുന്നു, ഫിൻലാൻഡ് എംബസിയിലായിരുന്നു പ്രോഗ്രാം. ഫിൻലാൻഡാണ് ലോകത്തിലെ ഹാപ്പിയസ്റ്റ് നേഷൻ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ഹ്യൂമൻ റിസോഴ്സ് നേഷൻ. ഞങ്ങളിപ്പോൾ ഫിൻ എയറിലാണ് പോകുന്നത്. ഫിൻ എയറിന്റെ നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ്. 25ഓളം ആൾക്കാരുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ നിയർലി 35 ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്നു ശരത്ത്. കഴിഞ്ഞ വർഷം 36 ഉണ്ടായിരുന്നു. ശരത്താണ് ഇതിന്റെ ഒരു ചീഫ് കോർഡിനേറ്റർ. ഹായ് ശരത്ത്. ഹായ് വാ. നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികളും കാര്യങ്ങളും ഉണ്ട്. അവരെയും കൂടെ ഇപ്പൊ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടാകും. അവരെയും കൂടെ ഡെഫിനറ്റ്ലി പരിചയപ്പെടാം. നമ്മളിപ്പോ എവിടെ എത്തി? ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ഭാഗങ്ങളുടെ അടുത്ത് എത്തി എന്നുള്ളൂ. ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. യെസ്, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ബുഡാപെസ്റ്റ് അടക്കമുള്ളവരെത്തി. ഇത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികളെയും കൂടെ പരിചയപ്പെടാം. അടുത്തൊരു ലൈവ് ഇടുമ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെ കൂടെ പരിചയപ്പെടുത്താം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹായ്. ആകാശത്ത് നിന്ന് എത്ര അടി ഉയരത്തിലായിരിക്കും നമ്മള്? ഞാനത് കാണിക്കാം. ആകാശത്ത് നിന്നൊരു ലൈവ് ഇടാം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തതാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. കുറച്ച് വിദ്യാർത്ഥികളെ പരിചയപ്പെടുകയും ചെയ്യാം. നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലയാളി സ്റ്റുഡൻസിന് ഒരുപാട് നല്ലൊരു എക്സ്പോഷറും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ഗോഡ് ബ്ലെസ്. താങ്ക് യു.